എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുരുമുളകിട്ട് വരട്ടിയ നല്ലൊരു ബീഫ് റോസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അങ്ങനെ ഏതിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയ അടിപൊളി ടേസ്റ്റോട് കൂടിയ ഈ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് റോസ്റ്റിന് നല്ല സ്വാദ് കിട്ടാനായിട്ട് കുറച്ച് എല്ലുള്ള കഷ്ണങ്ങളും കുറച്ച് നെയ്യുള്ള കഷ്ണങ്ങളും കൂടി ചേർത്താണ് ബീഫ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 20 മുതൽ 25 എണ്ണം വരെ ചെറിയുള്ളി ചേർക്കാം. 1 കിലോ ബീഫിന് വേണ്ടി ഏകദേശം 2 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളിയും ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഈ സമയം ചേർക്കാം. അരിയുന്നതിന് പകരം ഒന്ന് ചതച്ച് ചേർത്താലും മതി. ഇഞ്ചിയേക്കാൾ അല്പം കൂടുതൽ അളവിലാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 3 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർക്കാം. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഇതിൽ നിന്നും പകുതി ഈ സമയം ചേർക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. കുരുമുളകിന് പകരമായിട്ട് മുളക് പൊടി ചേർത്താണ് ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ കൂടി എരിവുള്ള മുളക് പൊടി ഈ സമയം ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുറച്ച് തരിയോടെ പൊടിച്ച കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം മസാലയെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് അരമണിക്കൂർ നമുക്കിത് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ വേവിൻ്റെ ഏകദേശം 3/4% കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബാക്കി മസാലയിൽ കിടന്നാണ് വെന്ത് കിട്ടേണ്ടത്. അതിനായിട്ട് നമുക്കിതെല്ലാം ഇതുപോലെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുക്കർ മൂടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 4 വിസിലടിച്ചതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 4 വിസിലടിച്ച് പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോഴേക്കും ബീഫിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചും വേവിക്കാൻ എടുക്കുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാവാം. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഇതിലെ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. തീരെ ഇളം ബീഫാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1-2 വിസിലിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും. നമുക്കത് വേണമെങ്കിൽ കുക്കർ ഇല്ലാതെ തന്നെ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുക്കറിൽ ബീഫ് വേവിക്കുമ്പോൾ ഒട്ടും ഉടഞ്ഞു പോവാതെ തന്നെ വേവിച്ചെടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതിലെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഞാൻ ഇവിടെ ഒന്ന് ചതച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 1/4 ടീസ്പൂൺ നമുക്ക് ഈ സമയം ചേർക്കാം. പൊടികൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു മീഡിയം തീയിൽ തന്നെ വെച്ച് 1-2 മിനിറ്റ് കൂടി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ചൂടുകെട്ടുള്ളൊരു പാത്രം സ്റ്റവിൽ വെച്ച ശേഷം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലൊരു നാടൻ ടേസ്റ്റിന് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 2-3 തണ്ട് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചച്ചുവ നന്നായിട്ട് മാറിയതിന് ശേഷം മീഡിയം സൈസിലുള്ള 3 സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം തീയിൽ വെച്ച് സവാളയുടെ പച്ചച്ചുവെല്ലാം മാറി കളറെല്ലാം ഒന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റി കളർ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിയാൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള തക്കാളി കൂടി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് മീഡിയം തീയിൽ തന്നെ വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ബീഫ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് തുറന്നു വെച്ച് തന്നെ ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ച് ഏകദേശം 5 മിനിറ്റ് നമുക്കിത് തുറന്നു വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് തുടർച്ചയായി ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതിലെ അധികമുള്ള വെള്ളമെല്ലാം വറ്റി ഗ്രേവി കുറച്ചൊന്ന് കുറുകി വരും. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് 2 നുള്ളി ഉപ്പും കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയെല്ലാം ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് മീഡിയം തീയിൽ തന്നെ 10 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും മസാലയെല്ലാം ബീഫിലേക്ക് നന്നായി പിടിച്ച് ഗ്രേവി ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കുറുകി പാകമായി കിട്ടും. ഈ ഒരു പാകമായി കിട്ടിയാൽ ബാക്കിയുള്ള 1/4 ടീസ്പൂൺ ചതച്ച പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ചതച്ച കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുരുമുളക് പൊടി ചേർക്കാതെ ഇതുപോലെ ചതച്ച് തന്നെ ചേർക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ.
ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി തുറന്നു വെച്ച് തന്നെ ഇതുപോലെ തുടർച്ചയായി ഇളക്കി വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് കൂടി തുറന്നു വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫെല്ലാം പൂർണ്ണമായി വെന്ത് ഗ്രേവി ഒന്ന് കുറുകി പാകമാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എരിവ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് വേണ്ടതെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് കൂടി തുടർച്ചയായി ഇളക്കി ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്